പൂർവി എല്ലാവരോടും വായ്പൂട്ടാതെ ചിരിച്ചു നിന്നതിനാൽ അവളുടെ കവിളൊക്കെ വേദനിച്ചു തുടങ്ങിയിരുന്നു. അത് മനസ്സിലാക്കി എന്നോണം ഭാരതി പൂർവിയോട് പറഞ്ഞു, മോള് ചെന്ന് ഈ ഡ്രസ്സൊക്കെ മാറിയൊന്ന് ഫ്രഷായി വാ. അത് കേട്ടതും പൂർവി ആശ്വാസത്തോടെ എഴുന്നേറ്റ് നിന്നു. അത് കേട്ടുകൊണ്ട് ശ്രീ സ്റ്റെയറിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് കേട്ടപാടെ അവൻ പതുക്കെ മുറിയിലേക്ക് വലിഞ്ഞു. അത് ഭാരതി കാണുന്നുണ്ടായിരുന്നു. അവൻ്റെ പമ്മിയുള്ള പോക്ക് കാണി അവർക്ക് ചിരി വന്നു പോയി. എന്നാലും അവനെ കളിപ്പിക്കാൻ എന്നോണം ഭാരതി അവൻ കേൾക്കെ ഉച്ചത്തിൽ പറഞ്ഞു, മോള് അമ്മയുടെ മുറിയിൽ ചെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തോളൂ. ആഭരണങ്ങൾ അഴിക്കാനുണ്ടെങ്കിൽ ഞാൻ വന്ന് സഹായിക്കാം. പൂർവിയെ താഴെയുള്ള റൂമിലേക്ക് വിടാനാണ് അമ്മയുടെ ഉദ്ദേശമെന്ന് അറിഞ്ഞുകൊണ്ട് ശ്രീ മുകളിൽ നിന്ന് സ്റ്റെപ്പുകൾ ചാടി ഇറങ്ങിക്കൊണ്ട് വന്ന് ഭാരതിയോട് പറഞ്ഞു, ഞാനില്ലേ അമ്മേ അവളെ സഹായിക്കാൻ, ഞാൻ സഹായിച്ചോളാം, ഞാൻ അഴിച്ചു കൊടുത്തോളാം എല്ലാം. ഇത് കേട്ട് പൂർവി വായിൽ കൈവച്ച് പോയി. ഭാരതിയാണെ അവനെയൊന്ന് രൂക്ഷമായി നോക്കി. ഭാരതിയുടെ നോട്ടം കണ്ടപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞത് എന്നുള്ള ബോധം അവന് വന്നത് തന്നെ. അയ്യോ, അമ്മ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നുമല്ല. അന്നേരം ഭാരതി പറഞ്ഞു, ഞാൻ എന്തുദ്ദേശിച്ചെന്നാണ്? അല്ല, ഞാൻ പറഞ്ഞത്. എന്നിട്ട് ബാക്കി പൂർത്തിയാക്കാതെ ഒറ്റ ഓട്ടമായിരുന്നു. അവൻ അവിടെ നിന്ന് പോയി എന്ന് കാണി ഭാരതി പൂർവിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, മോള് അവൻ്റെ മുറിയിലേക്ക് ചെല്ല്, ഞാൻ ചുമ്മാ അവനെ വട്ടാക്കാൻ പറഞ്ഞതാ. അതിന് പൂർവി അവനെ നോക്കി പുഞ്ചിരിച്ചു. ആഭരണം അത്യാവശ്യമുള്ളത് മാത്രം ധരിച്ചിട്ട് ബാക്കിയുള്ളത് അവൻ്റെ വാർഡ്രോബിൽ ലോക്കറുണ്ട്, അതിൽ വെച്ചേക്ക്. മുകളിൽ ആദ്യം കാണുന്നതാണ് അവൻ്റെ മുറി. മോള് ചെല്ല്, ഞാൻ കൂടെ വരാം എന്ന് വെച്ചാൽ വയ്യ മോളെ, സ്റ്റെപ്പ് കയറാൻ. അതാ ഇന്നൊരുപാട് നിന്നില്ലേ, അതിൻ്റെ കാലുവേദനയുണ്ട്. സാരല്ല അമ്മേ, ഞാൻ പൊയ്ക്കോളാം. എന്നാൽ മോള് മുറിയിലേക്ക് ചെല്ല്. അത് കേട്ടതും അവൾ തല പതിയെ കുലുക്കി ശ്രീയുടെ മുറിയിലേക്ക് നടന്നു. ശ്രീ അന്നേരം ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദവും കൂടെ അവിടെ കൊലുസിൻ്റെ കിലുക്കവും കേൾക്കെ അവൻ അകത്തേക്ക് ചെന്നു. എന്നിട്ട് അവിടെ കിടന്ന കസേരയിൽ കയറി ഇരുന്നിട്ട് മുഖം കൂർപ്പിച്ചു. മുന്നോട്ട് നോക്കിയ പൂർവി കാണുന്നത് തന്നെ നോക്കി മുഖം ഒരു കൊട്ടയ്ക്ക് വെച്ചിരിക്കുന്നവനെയാണ്. നിനക്ക് എൻ്റെ കൂടെ വരാൻ വലിയ ബുദ്ധിമുട്ടാണല്ലേ? അതിന് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അത് കേൾക്കെ അവൻ അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്നു. അവൻ്റെ വരവ് കാണെ അവൾ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. അത് കാണെ ശ്രീയുടെ മുഖത്ത് ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ പതിയെ അവർക്ക് നേരെ കൈകൾ ഉയർത്തി. അത് കാണെ പൂർവി മിഴികൾ അമർത്തി ചിമ്മി. അവൻ പതിയെ അവളുടെ തലയിൽ നിന്നും ഓരോ പിന്നുകളായി ഊരിയെടുത്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ അവൻ മനസ്സിൽ പറഞ്ഞു, നിനക്ക് എൻ്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടാണല്ലേ, ശരിയാക്കി തരാം ഞാൻ. അവൻ തലയിൽ നിന്ന് മുല്ലപ്പൂ അടർത്തി മാറ്റുന്നത് കാണെ പൂർവിയിൽ ആശ്വാസം നിറഞ്ഞു. അപ്പോഴേക്കും അവൻ മുല്ലപ്പൂവുകളെല്ലാം അഴിച്ചെടുത്തിരുന്നു. ആ പൂവുകൾ അപ്പോഴും നല്ല ഫ്രഷ്നെസ്സോടെ ഇരിക്കുന്നത് കണ്ട് അവൻ അവളോട് പറഞ്ഞു, പൂർവിപ്പെണ്ണേ, നിന്റെ മുടിയിൽ ചൂടിയ മുല്ലപ്പൂ വാടിയിട്ടില്ല ഇത്ര നേരമായിട്ടും. അതിലെന്താ ഇത്ര പുതുമ എന്ന രീതിയിൽ പൂർവി അവനെ മുഖമുയർത്തി നോക്കി. അന്നേരം അവൻ ആ മുല്ലപ്പൂ എടുത്ത് മണത്ത് നോക്കിയിട്ട് പറഞ്ഞു, മുല്ലപ്പൂ വാടിയില്ലെങ്കിൽ നല്ല സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടുമെന്നാ ചൊല്ല്. അത് പറഞ്ഞിട്ട് അവൻ ഇടം കണ്ണിട്ട് അവളെ നോക്കി. അവൾ തന്നെ വിടർന്ന മിഴിയാലെ നോക്കിയിരിക്കുന്നത് കാണെ ശ്രീ ചുണ്ടുകൊണ്ട് ഒരു ഉമ്മ കൊടുത്ത് അപ്പാടെ പൂർവി അവനിലുള്ള നോട്ടം തെറ്റിച്ചു. അവളിൽ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പതിയെ തലയിലെ കേശഭാരം മുഴുവൻ അവൻ അഴിച്ചെടുത്തിരുന്നു. അവളെ ഒന്ന് വാരിപ്പുണരണമെന്നുണ്ടെങ്കിലും അത് ഉള്ളിൽ അടക്കിക്കൊണ്ട് പിന്നുകൾ ഓരോന്നായി മിറർ ടേബിളിൽ വെച്ച് മിററിലൂടെ അവളെ നോക്കിക്കൊണ്ട് തന്നെ ഓരോ ആഭരണങ്ങളായി അഴിച്ചെടുക്കും നേരം വിയർപ്പിൽ കുതിർന്ന കഴുത്തും പുറവും കാണി ശ്രീക്ക് വല്ലാതെ ആവുന്നുണ്ടായിരുന്നു. മിററിലൂടെ അവൻ്റെ നോട്ടം എവിടേക്കാണെന്ന് കാണി പൂർവിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. ഇനിയും ഈ നോട്ടം തുടർന്നാൽ എന്തേലും നടക്കുമെന്ന് തോന്നിയതിനാൽ അവിടെ നോക്കാതെ എല്ലാം വേഗം അഴിച്ചെടുത്ത് ടേബിളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് മാറാനുള്ള ഡ്രസ്സെല്ലാം വാർഡ്രോബിലുണ്ട്, പോയി ഫ്രഷായി വാ. അത് കേൾക്കെ പൂർവി അവനെ ഒന്ന് നോക്കിക്കൊണ്ട് വാർഡ്രോബിൽ നിന്ന് ഒരു ടോപ്പും ലെഗിൻസും എടുത്തുകൊണ്ട് എന്തോ ആലോചിച്ച് ബാത്റൂമിലേക്ക് നടന്നു. അപ്പോഴാണ് കുസൃതി ഒളിപ്പിച്ചുള്ള അവൻ്റെ ശബ്ദം അവളുടെ കാതിൽ പതിഞ്ഞത്. ഇനി ഞാൻ കുളിക്കാനും സഹായിക്കണോ? എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. അത് കേട്ടതും പൂർവി അവനെ കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു, അയ്യോ വേണ്ടായേ, ഒരു സഹായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ ബാത്റൂമിൽ കയറി ഡോർ അടച്ചു. എന്നിട്ട് അതിൽ ചാരി നിന്നു. അവൻ പറഞ്ഞതൊക്കെ ഓർത്ത് അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ഇതേ സമയം ശ്രീയും ഒരു മുണ്ടും ഷർട്ടും എടുത്തുകൊണ്ട് അപ്പുറത്തെ റൂമിലേക്ക് പോയി. റിസപ്ഷൻ വേണ്ട എന്ന് ശ്രീ ആദ്യമേ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവന് ഇഷ്ടമായിരുന്നില്ല. പ്രത്യേകിച്ച് തൻ്റെ ഭാര്യയുടെ രണ്ടാം കെട്ടാണ് എന്നുള്ളത് ചർച്ചയാക്കാൻ അവൻ ആഗ്രഹിച്ചില്ല.
രാത്രി കണ്ണൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയായിരുന്ന പാറുവിൻ്റെ തലയിൽ കൂടി പതിയെ കണ്ണൻ തലോടിക്കൊണ്ടിരുന്നു. അവളുടെ മനസ്സിപ്പോൾ ശാന്തമാണെന്ന് അവന് തോന്നി. പാറു, ഇപ്പോൾ എല്ലാം ഓക്കെ ആയില്ലേ? ഇനി നമ്മൾക്ക് വീട്ടിലേക്ക് പോയാലോ? അത് കേട്ടതും അവൾ താടി അവൻ്റെ നെഞ്ചിലേക്ക് വെച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പോകാം കണ്ണേട്ടാ, ഇപ്പോൾ എൻ്റെ മനസ്സ് ശാന്തമാണ്. എൻ്റെ പൂർവിക്ക് അവൾ ഏറെ ആഗ്രഹിച്ച അവളുടെ പ്രണയത്തെ തന്നെ കിട്ടിയല്ലോ. അത് കേൾക്കെ അവൻ നേർത്ത പുഞ്ചിരിയോടെ അവളെ നോക്കി. താങ്ക്സ് കണ്ണേട്ടാ. അത് കേൾക്കെ അവൻ ചോദിച്ചു, എന്തിന്? എനിക്കറിയാം കണ്ണേട്ടനാണ് തപ്പുവിനെ വിളിച്ച് വരുത്തിയതെന്ന്. അത് കേൾക്കെ അവനൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ വിളിച്ചിട്ട് തന്നെയാ അവൻ വന്നത്. കാരണം ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കാര്യങ്ങൾ നടക്കണമായിരുന്നു. ഞാനാണ് നിന്നതെങ്കിൽ ചിലപ്പോൾ എനിക്കെല്ലാം പറയേണ്ടി വരുമായിരുന്നു. അത് ചിലപ്പോൾ പൂർവി നിന്നിൽ നിന്ന് അകന്നെന്ന് വരാം. അതുകൊണ്ടാണ് ഞാൻ തപ്പുവിനെ വിളിച്ചത്. അവനാകുമ്പോൾ എല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തോളും. എന്തായാലും കാര്യങ്ങളെല്ലാം ശുഭമായി തീർന്നല്ലോ. അത് കേൾക്കെ പാറു അവൻ്റെ നെഞ്ചിൽ സ്നേഹത്തോടെ ചുംബിച്ചു. ഇപ്പോൾ പാറൂട്ടിക്ക് സന്തോഷമായില്ലേ? നമ്മൾ ഇവിടെ വരാനുള്ള കാരണം എൻ്റെ അമ്മയാണ് എങ്കിലും ഇപ്പോൾ അനങ്ങാൻ വയ്യാതെ കിടക്കുകയല്ലേ. എല്ലാം ഉണ്ണിയും അച്ഛനും കൂടിയാണ് ചെയ്യുന്നത്. കിടന്ന കിടപ്പിലാണ് എല്ലാം. അമ്മ ഇപ്പോൾ തന്നെ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞു. എന്താണ് നിൻ്റെ അഭിപ്രായം? നമുക്ക് പോയാലോ വീട്ടിലേക്ക്? അത് കേൾക്കെ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, പോകാം കണ്ണേട്ടാ. പൂർവിയോട് ചെയ്തതിനൊക്കെ മനസ്സുകൊണ്ട് അമ്മ മാപ്പ് പറഞ്ഞു കാണും. കണ്ണേട്ടന് വിഷമമുണ്ടോ ഉണ്ണിയേട്ടൻ്റെ? രേഷ്മയുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ ശിവൻ വഴി ഇരുവരും അറിഞ്ഞിരുന്നു. കണ്ണൻ അവളെ പറഞ്ഞ് മുഴുവിപ്പിക്കാൻ വിടാതെ അവളുടെ വാ പൊത്തിക്കൊണ്ട് പറഞ്ഞു, എല്ലാം വിധിയാണ് പാറു. ഇങ്ങനെയൊക്കെ ആയിത്തീരണമെന്നായിരിക്കും ദൈവവിധി. അത് തടയാൻ നാം ആരാണ്? അത് ശരിവെക്കും പോലെ പാറു തല കുലുക്കി. അതൊക്കെ വിട്, നമ്മുടെ കൊച്ചു പാറു എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കട്ടെ. അതും പറഞ്ഞ് അവൾ ഇട്ടിരുന്ന ടോപ്പ് പൊക്കി വയറിൽ ചെവി വെച്ചുകൊണ്ട് വിളിച്ചു, അച്ചയുടെ കുഞ്ഞിപ്പെണ്ണേ. അത് കേളിക്ക് അവളുടെ വയറിൻ്റെ ഒരു സൈഡ് മുഴച്ചു വന്നു. അത് കാണെ അവൻ സ്നേഹത്തോടെ അവിടെ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇത് അച്ചയുടെ കുഞ്ഞിപ്പെണ്ണിനാണ് കേട്ടോ. അത് കേൾക്കെ പാറു ചോദിച്ചു, അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണാണെന്ന് തീരുമാനിച്ചോ? അത് കേൾക്കെ അവൻ വാത്സല്യത്തോടെ അവളുടെ വയറിൽ തടവിക്കൊണ്ട് പറഞ്ഞു, പിന്നല്ലാതെ അച്ഛൻ്റെ കുഞ്ഞിപ്പെണ്ണ് തന്നെയാ. അവളുടെ അമ്മയെപ്പോലെ ഒരു കൊച്ചു സുന്ദരി.